ഇന്ന് നമ്മൾ നോർത്ത് വെയിൽസിലെ ദി ഗ്രേറ്റ് ഓറം എന്ന് പറഞ്ഞ സ്ഥലം കാണാനായിട്ടാണ് വന്നേക്കുന്നത്. അവിടുത്തെ പ്രത്യേകത അവിടുത്തെ മൗണ്ടൻസ് ആണ്. പിന്നെ നോർത്ത് വെയിൽസ് മൊത്തം മൗണ്ടൻസും കൂടെയാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മൗണ്ടൻ കാണാൻ പോകുന്നത് ട്രാമിലാണ്. അപ്പോൾ 2 ട്രാം കയറിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നമുക്കിതിനായത് 11.50 ആണ്. നമ്മളെപ്പോലെ തന്നെ ലോകത്തിൻ്റെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഈ ഒരു മൗണ്ടൻ കാണാൻ വരുന്നുണ്ട്. നമുക്ക് ഈ ട്രാം വഴി അല്ലാതെ തന്നെ നമ്മുടെ 4 വീലർ ആയിട്ടും നമുക്ക് ആ മൗണ്ടൻ കാണാൻ പറ്റും. ആ മൗണ്ടനിലേക്ക് നമുക്ക് 20 to 14 മിനിറ്റ്സ് ഉണ്ട് പോകാനായിട്ട്. ഈ ട്രാം ഭയങ്കര പഴയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സ്ലോ ആയിട്ട് പോകുമ്പോൾ തന്നെ ഈ നല്ല ഗ്രീനറിയും ഈ വ്യൂവും കാണുമ്പോൾ ഉണ്ടല്ലോ, എന്താ ഒരു റിഫ്രഷ്മെൻ്റ് ആണെന്നറിയോ. എന്തോ ഒരു ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും നമുക്ക് മതിയാവത്തില്ല. അതുപോലെ ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. നമ്മൾ പോകുന്ന ആ വഴിക്കിടെ കാറും, പിന്നെ അതുമല്ല നമ്മൾ ആ ട്രാമിലിരുന്ന് പോകുമ്പോൾ നമ്മൾ ഈ വീടുകളുണ്ടല്ലോ, വീടുകളുടെ നടുക്കക്കിടെയാണ് നമ്മൾ പോകുന്നത്. മുകളിലേക്ക് കയറും തോറും നമുക്ക് കടലിൻ്റെ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ ഒരു സൈഡ് മൊത്തം നല്ല നീല കളറ് കടലും വേറൊരു സൈഡ് മൊത്തം ഒരു ഗ്രീനിഷ് കളറ് സീനറിയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടോ ഇത്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയ ഒരു സ്പോട്ടാണ്. നിങ്ങൾ നോർത്ത് വെയിൽസിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത്. ഈ മലയുടെ ടോപ്പിൽ എത്തുമ്പോൾ കിട്ടുന്ന ഒരു കാഴ്ച, അത് വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ കണ്ട് തന്നെ അറിയണം. അത്രയ്ക്ക് മാത്രം സൗന്ദര്യമുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയോട് എത്ര അടുത്താണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ടൈപ്പ് ഓഫ് റീഫ്രഷ്മെൻറ്റ്, ഒരു പോസിറ്റീവ്നെസ്, എന്താ പറയുക, ലോസ്റ്റ് ഇൻ അനദർ വേൾഡ് എന്ന് പറയില്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്കിവിടെ കിട്ടിയത്. നമ്മൾക്ക് എത്ര നേരം വേണമെങ്കിലും ഈ മൗണ്ടനിൽ സ്പെൻഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ലാസ്റ്റ് ട്രാം വരുന്നത് ഒരു 5:30 ആ ഒരു സമയമാകുമ്പോഴാണ്. അതിനു മുമ്പ് നമ്മൾ ചെല്ലണം, എന്നാലാണ് നമുക്ക് താഴെ എത്താൻ പറ്റത്തുള്ളൂ. എനിവേ, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു സ്ഥലം. മനസ്സിന് നല്ലൊരു കുളിർമയും പോസിറ്റീവ്നെസ്സും ഒക്കെ തരുന്ന ഒരു പ്രത്യേക തരം ഫീലിംഗ്. എനിവേ, ഹോപ്പ് യു ഗൈസ് എൻജോയ്.